എടുത്തിക്കുന്ന രീതിയാണ് കൊള്ളൂല. ക്രൈം ത്രില്ലറാണ്, ക്ലീശ മോഡലാണെങ്കിലും സംഭവം കൊള്ളാം. നല്ല പടമായിരുന്നു കേട്ടോ, നല്ല പടമായിരുന്നു. മമ്മൂട്ടിയുടെ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെന്നല്ലേ വന്ന് കണ്ടതല്ല, ആ ഒരു എന്താ പറയാ മറന്നു കിട്ടുക. കൊള്ളാം, കൊള്ളൂല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ത്രില്ലറെന്ന് വെച്ചാൽ ഇടക്കാലത്തെ ത്രില്ലർ എന്നൊക്കെ പറയാം. എടുത്തിക്കുന്ന രീതിയാണ് കൊള്ളൂല. നല്ല ഫിലിമായിരുന്നു. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള വിഷമതകളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിമായിരുന്നു, നല്ല ക്ലൈമാക്സിലായിരുന്നു. നല്ല ത്രില്ലറാണ്. ഡിയനെ കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. പക്ഷേ ഒരു ക്രൈം ത്രില്ലറാണ്, അത് ക്ലീശ മോഡലാണെങ്കിലും സംഭവം കൊള്ളാം, കുഴപ്പമില്ല. സസ്പെൻസ് പറ്റില്ല, പക്ഷേ പ്രഡിക്റ്റബിളായിട്ട് തോന്നി. എനിക്ക് പ്രഡിക്റ്റബിളായിരുന്നു. അഞ്ചാം മാതിരി മോഡലൊന്നുമില്ല. അവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇന്നതാണ് ലാസ്റ്റ് ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അത് എന്തായാലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ വൺ ടൈം വാച്ചബിളാണ്, നല്ല മൂവിയാണ്. തൃപ്തിപ്പെടുത്തുന്നു. ഒരു ആവറേജ് മൂവി ആസ്വാദകന് ഇരുന്ന് കാണാം, കുഴപ്പമില്ല, നല്ല മൂവിയായി. ഓക്കെ, വൺ ടൈം വാച്ചബിളാണ്. അത്ര നല്ല പടമായിരുന്നു കേട്ടോ, നല്ല പടമായിരുന്നു. ത്രില്ലർ തന്നെയായിരുന്നു, കണ്ടിരിക്കാം. ആദ്യം കുറച്ച് നേരം കണ്ടപ്പോൾ കൊള്ളൂലെന്ന് വിചാരിച്ചു, പിന്നെ നല്ല പടമായിരുന്നു. നല്ല പടമാണ്. ഇപ്പം കുറച്ച് നല്ല അത്യാവശ്യം ആവറേജ് കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ത്രില്ലർ സിനിമയാണ്. ഉണ്ട്. സെക്കൻഡ് ഹാഫ് തൊട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്രയാണ്. കൊള്ളാം ബ്രോ. എന്താ പറയുക, സൂപ്പർ പടം, അടിപൊളി പടം. സസ്പെൻസും ത്രില്ലറും സ്റ്റോറി എലമെൻസ് ആയാലും എല്ലാം അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. പിടിച്ചിരുത്തേണ്ട ആ ഒരു ലെവൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, പിന്നെ എല്ലാ തരത്തിലും ഓവറോൾ അടിപൊളി ഒരു പടമായിരുന്നു. ആ ഒരു എന്താ പറയുക മറന്നു കിട്ടുക. ഞാൻ പറഞ്ഞുതരാം, ആ നായകൻ്റെ ആ ഒരു റോളിൽ ആ ഒരു അഭിനയത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഒരു വേറെ ലെവലിലോട്ടൊരു പടമായിരുന്നു. ആക്ഷനൊക്കെ ഉണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം കൊള്ളാം, സൂപ്പറാണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളാം. ഡിഎൻഎ ഞാൻ കണ്ടു. നമ്മളെ ഒരു മമ്മൂട്ടിയുടെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെന്നല്ലേ വന്ന് കണ്ടതല്ല. ഡിഎൻഎ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ കൂടുതലും എനിക്ക് ഇഷ്ടമുള്ളതും ഇൻവെസ്റ്റിഗേഷൻ, സൈക്കോ പോലുള്ള ഹൊറർ പോലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് കണ്ടാണ്. പക്ഷേ ആ ഒരു സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ കാണുന്നതിൻ്റെ ആ ഒരു തൃപ്തി ഇതിനകത്ത് എനിക്ക് കിട്ടിയില്ല. പക്ഷേ മേക്കിംഗ് സൈഡും ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ബോറടിയും ഇല്ലാതെ, അത് നമുക്കൊരു ലാഗും തോന്നിക്കാത്ത രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. പക്ഷേ ഇച്ചിരി കൊല്ലുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണെങ്കിലും അങ്ങോട്ടൊന്നും അത് ഒരു ഇതായിട്ട് തോന്നിയില്ല. നമുക്ക് തോന്നി ചില സ്ഥലത്ത് നടക്കുന്ന സ്ഥലത്തും. പിന്നെ ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമുക്ക് ആ സൗണ്ടിലാണ്, പുള്ളിയുടെ ആ സൗണ്ടിലാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് കാണുന്നത്. പുള്ള അഭിനയം കാര്യങ്ങളൊക്കെ കൊള്ളാം. അതിട്ട് നല്ല അഭിനയമൊക്കെ നല്ല കുഴപ്പമില്ലാത്ത അഭിനയം കാര്യങ്ങളൊക്കെ ആയി. അടിച്ചു കയറി വന്നു എന്ന് പറയാം. കുറച്ച് ഇത് ഉള്ളെങ്കിൽ പോലും പുള്ളി നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ അഞ്ചാം പാതിര പോലെ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. പക്ഷേ അഞ്ചാം പാതിരയുടെ ഒന്നും പകുതി അത്രയൊന്നും വന്നിട്ടില്ല. കൊല്ലുന്ന രീതിയും കൊണ്ടിടുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്, നമ്മൾ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ സാധാരണ ഒരു സൈക്കോ മൂവിയൊക്കെ കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ല് അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ എടുത്തു വെച്ചിരിക്കും, മേക്കിങ് അടിപൊളിയാണ്, ഡയറക്ഷൻ സൂപ്പറാണ്, കുഴപ്പമില്ല.